ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സന്തോഷമുള്ള വാർത്തയും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്നൊക്കെ നമുക്ക് വഴിയെ പറഞ്ഞു തരാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 100K അടിച്ച സന്തോഷം എല്ലാവരും അറിഞ്ഞില്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഒരു സന്തോഷം നിറഞ്ഞൊരു കാര്യം തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്കുള്ളത്. അനിയത്തിക്ക് ചെറിയൊരു കല്യാണാലോചനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊന്ന് മിഠായി കൊടുക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അവരൊരു 4 മണിക്ക് ശേഷമാണ് വരാമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അനിയത്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അനിയത്തിനെ ഇങ്ങനെ സുന്ദരിയാക്കിയിട്ടുള്ള അമ്മയുടെ അനിയത്തിൻ്റെ മോളാണ്, അവൾക്കാണ് ആ ക്രെഡിറ്റ്. ഞാൻ വരാൻ കുറച്ച് വൈകിട്ടുണ്ട്. പിന്നെ അത് അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതാ എല്ലാവരും ഇവിടെ ജ്യൂസ് അടിക്കാൻ തിരക്കിലാണ്. അമ്മയുടെ അനിയത്തി, അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി അവിടെ ജ്യൂസ് അടിക്കാൻ നമ്മൾ വരുമ്പോൾ അവർക്ക് ജ്യൂസാണ് കൊടുക്കുന്നത്. പിന്നെ അവരെത്തിയിട്ടുണ്ട്. ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് അവരെത്തിയത്. അപ്പോൾ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ഇറങ്ങി വരികയാണ്. ഇതാണ് പയ്യൻ്റെ അച്ഛൻ, പിന്നെ പെങ്ങൾ, അമ്മ. ഇതാണ് പയ്യൻ. പയ്യൻ്റെ പേര് സുബീഷ് എന്നാണ്. അവരുടെ വീട് പത്തപ്പിരിയം, എടവണ്ണ പത്തപ്പിരിയാണ് പയ്യൻ്റെ വീട്. അപ്പോൾ അവർ വന്നതിന് ശേഷം നമ്മളിതാ ജ്യൂസൊക്കെ കൊടുക്കുന്നു. പിന്നെ എല്ലാവരും പരസ്പരം പരിചയപ്പെട്ടു കേട്ടോ. ഇത് അമ്മയും അനിയത്തിയാണ്. അവിടുന്ന് പയ്യൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും അത് കുറച്ച് ഫ്രണ്ട്സും കൂടെ മാത്രമേ വന്നിട്ടുള്ളൂ. ഒരു ചെറിയ പരിപാടിയായിട്ടാണ് നമ്മളിന്ന് നടത്തിയത്. അപ്പോൾ വെള്ളം കൊടുക്കണേൻ്റെ അനിയനാണ് കേട്ടോ. അവനിപ്പോൾ നാട്ടിലില്ല, അവൻ എറണാകുളത്താണ്. പിന്നെ സുഖിലേട്ടനും അച്ഛൻ്റെ അനിയത്തിയുടെ ഭർത്താക്കന്മാരും അച്ഛൻ എല്ലാവരുമാണ്. ഇതാണ് എൻ്റെ അനിയത്തി. അപ്പോൾ ഇവിടെ എല്ലാവരും വെള്ളം കുടിക്കുന്ന തിരക്കിലാണ്. വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ പയ്യനിങ്ങനൊരു ഫ്ലവർ ബൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ചെയ്യേണ്ട. അപ്പോൾ അതൊക്കെ അനിയത്തി റെഡിയാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ ചടങ്ങിന് വേണ്ടിയിട്ട് ചെയ്യാണ്. പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. ബൊക്കെ കൊടുത്തതിന് ശേഷം ഇതാണ് അനിയത്തിയെ, പയ്യൻ്റെ പെങ്ങളാണിത്. അപ്പോൾ അവളിതാ ഒരു മിഠായി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവിടുന്ന് കഴിഞ്ഞ് ഞങ്ങളത് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ആദ്യം പയ്യൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോ എടുത്തു. അതുപോലെ തന്നെ പിന്നെ അവരുടെ ഫാമിലി ഫോട്ടോസ്, എല്ലാം നമ്മുടെ ഫാമിലി ഫോട്ടോസ്, അങ്ങനെ കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്ത് ഫുഡ് കഴിക്കാൻ പോയി. അവർ ഈ ഒരു സമയത്താണ് വരുന്നതുകൊണ്ട് നമ്മൾ ചായയും പൊറോട്ടയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. എല്ലാവരും ഫുഡ് കൊടുക്കുന്ന തിരക്കിലാണ്. കുറച്ച് പേര് ഇതാ ഫോട്ടോസ് എടുത്തിട്ട് അത് സ്റ്റാറ്റസ് ചെയ്യണതും സ്റ്റോറി ഇടുന്നൊക്കെ തിരക്കിലാണ് കേട്ടോ. ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. ഇനിയും വീട് കാഴ്ച നിശ്ചയമൊക്കെ എന്നത്തേക്കാണെന്നൊക്കെ വേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഒഴിവിനനുസരിച്ചാണ് നമുക്ക് പരിപാടി നടത്തേണ്ടത്. അപ്പോൾ അതൊക്കെ തീരുമാനിച്ച് ഇനിയിപ്പോൾ അവർക്ക് നോമ്പ് ആണല്ലോ ഇനി വരുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങുകയാണ്. കറിയുണ്ടോക്കട്ടെ. റീനമ്മനാരും ചോദിക്കോ വീഡിയോ കണ്ടിട്ട്? അതിനടുത്ത് ഇറക്കിണ്ടോ? അപ്പോൾ ഓക്കെ, ബൈ.
അതാ ഇവിടെ കടന്നുറങ്ങുന്നു. വീട്ടിലും പരിപാടി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഓരോരോ കൂത്തറാളുണ്ടാവും. ഫുഡ് പോരാ? ഒന്നുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇനിയും സപ്പോർട്ട് ചെയ്യാത്തവരൊന്നും സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോ വീണ്ടും കാണാൻ. ടാറ്റാ ബൈ ബൈ, സീ യു.